സ്റ്റൈലിലൊക്കെയാണല്ലോ പറഞ്ഞേ. ഇതെന്താ റിവേഴ്സ് ഗിയറില്? എന്റെ പോലെ തലേ പൗഡർ ഒക്കെ ഇട്ട് വന്നിരിക്കുക. പൗഡർ അല്ല, പിന്നെ അത് പെയിന്റ് അടിച്ചോ തലയില്? അത് തൊട്ട് നോക്കിക്കേട്ടാ ഞാൻ. അയ്യോ, അതിങ്ങനെ എന്തോ കിളിക്കൂട് പോലെ ഇരിക്കുക ഇങ്ങനെ. എല്ലാ മാസം പെയിന്റ് അടിക്കോ? ഇല്ല ഇല്ല. പിന്നെ എപ്പോഴാ പെയിന്റ് അടിക്കുന്നത്? ഇപ്പൊ പെയിന്റ് അടിച്ചുള്ളൂ. ഇപ്പൊ അടിച്ചിട്ടേ ഉള്ളൂ. ഇത് കുളിച്ചാ പോവും. വേണോ ഇച്ചിരി? വേണ്ടെങ്കി വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള ടീം ഏതാ? പോർച്ചുഗൽ. അവര് ഔട്ടായി പോയില്ലേ? ഫൈനലിൽ വന്നതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? സ്പെയിൻ. എനിക്ക് തോന്നി നമ്മൾ ഒരു ടീം. കഴിഞ്ഞ ദിവസം സ്പെയിൻ ആയതേ ഉള്ളൂ ഞങ്ങൾ. അവന് ഫുട്ബോൾ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാപ്പി ഹാപ്പി ഹാപ്പി. അത് പാട്ട് കഴിഞ്ഞിട്ട് തരാന്നാ വിചാരിച്ചത്. ഇപ്പൊ തന്നെ തന്നേക്കാം. അയ്യോ, ഇപ്പൊ എന്തെങ്കിലും വരും. നവനീതോട്ടിന് വേണ്ടിട്ട് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആള് കൊടുത്തയച്ചതാ. ആണോ? ആരെന്നറിയാം? ആരാ? അദ്ദേഹത്തിന്റെ പേരാണ് മെസ്സി. അവന് സ്പെയിനാ ഇഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ല. യമാല് കൊടുത്താന്ന് പറ. യമാല് കൊണ്ടുവന്നതാ. റൊണാൾഡോനെ ഇഷ്ടം പറഞ്ഞിട്ടില്ലേ ഇതിനു മുമ്പ്? റൊണാൾഡോ ഇഷ്ടം. പക്ഷെ റൊണാൾഡോക്ക് നവനീതോട്ടിനെ ഇഷ്ടമല്ല. അല്ലേ? മെസ്സിക്ക് ഭയങ്കര ഇഷ്ടം. മെസ്സിക്ക് ഇഷ്ടമാ. മെസ്സി അയച്ചു. നവനീതോട്ടിന് ഈ പ്രസന്റ് കൊടുക്കുന്നു. ഓക്കെ. ഇതിപ്പോ ഞാനല്ല പ്രസന്റ്, ഇത് മെസ്സി തന്നാണോ? റിയലി. ഓക്കെ, തരട്ടെ? അർജന്റീന. ഇതെന്ത്? നോക്ക് എടാ, എല്ലാം ഉണ്ട് ഇതില്. ഫുട്ബോൾ ഉണ്ട്, ഷൂ ഉണ്ട്. ഷൂ ദാ ഷൂ ഉണ്ട്, ബോൾ ഉണ്ട്. ഓ, ഇത് പൊട്ടിച്ചണിക്കട്ടെ. ആദ്യമായി നമുക്ക് കിട്ടുന്നത് ബോളിൽ കാറ്റടിക്കാനുള്ള യന്ത്രം, ഉപകരണം. പിന്നെ നമുക്ക് കിട്ടുന്നത് ജേഴ്സിയോ? എനിക്ക് തോന്നുന്നു ഇത് ജേഴ്സി ആണെന്ന്. നോക്കട്ടെ. ഇത് ബാക്ക് പാക്ക്. ഈ സാധനം മെസ്സിക്ക് എന്തൊരു കരുതലല്ലേ. ഇത് ഈ ബോളൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള ബാക്ക് പാക്ക്. പിടിക്കേ. ഇനി അടുത്തത് മുട്ടിന് വെക്കുന്ന സാധനം. ഓക്കെ, അടുത്തത് നമ്മുടെ മെയിൻ അർജന്റീനയുടെ ഫ്ലാഗ് ഉള്ള ഫുട്ബോൾ എഴുതിയും വെച്ചിട്ടുണ്ട്. അർജന്റീന. അതെ, ഇത് കൊടുത്തു വിട്ടതല്ലേ എംജങ്ങൾ? ഒരു നല്ലൊരു ഐഡിയ കൊടുക്കാം നമുക്ക്. മെസ്സിക്ക് നമുക്ക് ഒരു താങ്ക്സ് പറയാം. അതെ, താങ്ക് യു മെസ്സി. താങ്ക് യു മെസ്സി അങ്കിൾ. റൊണാൾഡോയോട് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അവിടുന്ന് ഗിഫ്റ്റ് കിട്ടാനായിരിക്കും. ഞാൻ അവിടെ വന്നിട്ട് ഞാൻ റൊണാൾഡോയ്ക്ക് ഒരു നല്ല ഗിഫ്റ്റ് തരാം. ഇതൊക്കെ കേട്ടോ മെസ്സി ഞങ്ങൾ തിരിച്ചെടുക്കുക. അതെ, മെസ്സിക്ക് വിഷമാവും കേട്ടോ. ഇതൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ആ മെസ്സി അങ്കിൾക്കും ഞാൻ മേടിക്കാം ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ മെസ്സി അങ്കിൾ ഒരു ഉമ്മ കൊടുത്തേ. മെസ്സി അങ്കിൾ ഒരു ഉമ്മ. നോക്കിയല്ലേ, ഇനി ഹാപ്പി അല്ലേ? എന്നാ ബാക്ക് പാക്കിൽ ഇട്ടേക്കാം എല്ലാം. ഓക്കെ ചേട്ടാ, റെഡി. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ് നവനീത്. ഉഷാറല്ലേ? അപ്പൊ പഠിക്കട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.
morning. Good morning. Good morning. Good morning. Good morning. അയ്യോ കളി കണ്ടില്ലേ ആടും തരവും നോക്കണ്ടേ സണ്ണില്ലാസന് വിലയില്ലേ ആപ്പീസർക്കും ഷേക്കല്ലേ സണ്ണില്ലാസന് വിലയില്ലേ ഈ ആപ്പീസർക്കും ഷേക്കല്ലേ സണ്ണില്ലാക്കെന്തു വില സണ്ണിനല്ലേ പൊന്നുവില സണ്ണില്ലാക്കെന്തു വില സണ്ണിനല്ലേ പൊന്നുവില ഭരണം പാടെ മാറിയില്ലേ അധികാരം ഞാൻ നേടിയില്ലേ ഭരണം പാടെ മാറിയില്ലേ അധികാരം ഞാൻ നേടിയില്ലേ ഫാഷനടുത്തത് ശരിയല്ലേ बहुत अच्छा बहुत अच्छा बहुत अच्छा बहुत अच्छा വീട്ടായാലൊരു കാവൽ വേണോ കാവൽ നിൽക്കാനേക്കും വേണോ എക്സായാൽ യൂണിഫോം വേണോ വേഷം കെട്ടാൻ വായോ വായോ ഈ വേഷം കെട്ടാൻ വായോ വായോ പോടാ 0 ഡിഗ്രിയിൽ 20 കൊല്ലം കോക്കും തൊട്ടേ മേന്തിയ അതിർത്തിയിൽ നോക്കിയിരുന്നത് ലാഗ പിടിച്ചത് കൊക്കിനെ വെടിവെക്കാനല്ല പല പല വർഷം ദമ്മ് പിടിച്ചത് റമ്മ കുടിച്ചത് തിന്നു മുടിച്ചത് നാളെ നന്മയ്ക്ക് ഈ കാവലിനോട് നായില്ലേ മീനാക്ഷി നമ്മോട് നായർക്ക് ഈ ഗതി വന്നല്ലോ മതി സംബന്ധം സമ്മന്തത്തിന് ബോണസായി ചമ്മന്തി ചോറുണ്ണണ്ട സമ്മന്തത്തിന് ബോണസായി ചമ്മന്തി ചോറുണ്ണണ്ട കൂർക്കമ്പനിയുടെ ആശാനെ കൂർക്കപ്പണി ഇത് ചെയ്തോട്ടെ കൂർക്കമ്പനിയുടെ ആശാനെ കൂർക്കപ്പണി ഇത് ചെയ്തോട്ടെ പണിയില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു പണി പണിയണ്ടേ അച്ഛാ बहुत अच्छा बहुत अच्छा बहुत अच्छा बहुत अच्छा കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വെറുക്കുന്നതും ഭവാൻ 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലെത്തി നടക്കുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ കുലമിതു മുടിയാനൊരുവൻ കുടിലതയാർന്നോരസുരൻ ക്രൂരത പലതും ചെയ്താൽ പോരിനു വന്നു വിളിച്ചാൽ അബലകൾ ഞങ്ങൾക്കാമോ അവനുടെ മാറു പിളർക്കാൻ അരുതേ മൗനം കൃഷ്ണ അഭയം ശ്രീ പത്മനാഭ അരുതേ മൗനം കൃഷ്ണ അഭയം ശ്രീ പത്മനാഭ കുമ്പിട് തള്ളികൾ ഓരോന്നായി മുൻപിലണഞ്ഞു കിണുങ്ങുമ്പോൾ ഈ കുമ്പിട് തള്ളികൾ ഓരോന്നായി മുൻപിലണഞ്ഞു കിണുങ്ങുമ്പോൾ ഭൂതനന്മാരെന്നറിയണം ജീവനിലും കൊതി തോന്നണം ഭൂതനന്മാരെന്നറിയണം ജീവനിലും കൊതി തോന്നണം ഈ വാക്കും നോക്കും നമ്പരുതേ അച്ഛാ बहुत अच्छा बहुत अच्छा बहुत अच्छा बहुत अच्छा ഇവനെ
ഒരു ആബ്സല്യൂട്ട് ഷോമാൻ. എവിടെയെങ്കിലും എത്തും കേട്ടോ, എവിടെയെങ്കിലും എത്തും. യെസ്. ഈ ഒരു സീസൺ തീരുമ്പോഴത്തേക്കും എന്റെ വൺ ഓഫ് ദ സങ്കടങ്ങൾ എന്ന് പറയുന്നത് മിസ് ചെയ്തത്. രാകേഷേ, ഇവനെ അടുത്ത സീസണിൽ കയറ്റിക്കോ. ശരി. പറയുവാണെങ്കിൽ ശരി. എനിക്ക് മീനുട്ടി ചേച്ചിനെയും മിസ് ചെയ്യാനും ആര്യ ചേച്ചിനെയും മിസ് ചെയ്യാനും എൻജങ്കിളിനെയും മധുവങ്കിളിനെയും ഉണ്ണിയങ്കിളിനെയും ഒക്കെ മിസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സങ്കടാ. അയ്യോ പൊന്നേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാം, ഫുഡ് തന്നാ മതി. ഞാൻ കൊണ്ടുപോകുന്നേ ഇത് കഴിയുമ്പോ. എന്റെ വീട്ടിലോട്ട് വന്നാ ഞാൻ ഫുഡ് തരാം. ആണോ? ഞാൻ നിങ്ങളെ ക്ഷണിക്കുവാണ്. ക്ഷണിക്കുകയാണോ? പൊറോട്ട, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി എല്ലാം സെറ്റപ്പ്. പിന്നെ ലതാമ്മയുടെ സ്പെഷ്യൽ മീൻ കറി. അതാണ് മെയിൻ. കേട്ടിട്ട് അമ്മൂമ്മക്ക് ഇപ്പഴും പനിയാ. മീനുട്ടി, എന്തോ ഇവന്റെ വാക്കും നോക്കും ഒന്നും നമ്പരുത് കേട്ടോ. ആണോ? ഇവൻ പറഞ്ഞില്ലേ വീട്ടില് കാവലിനൊരു നായുണ്ട്, ആ നായയുടെ പേരാണ് എന്തോന്ന്? അങ്ങനെ അവൻ പറഞ്ഞേ ഇല്ല. അതല്ല അതിന്റെ അർത്ഥം എന്ന് വെച്ചാ ഈ കാവലിന് ഇവിടെ ഒരു നായില്ലേ, അതൊന്ന് പഠിക്കും. മീനാക്ഷി എന്നോട് നായർ. നായരാര്? ഭർത്താവ്. ഭർത്താവാരാ? ഞാൻ. പേര് സപ്പനോ. അല്ല. അതെപ്പ കല്യാണം കഴിച്ചു? എന്റെ കല്യാണം കഴിഞ്ഞു. മേനെ പ്യാർ കിയക്ക് നമ്മള് കല്യാണം കഴിച്ചതാ നമ്മള്. അത് ശരിയാ, അത് ഓർക്കുന്നില്ലേ? ഞങ്ങൾ കല്യാണം കഴിച്ചായിരുന്നു. അപ്പൊ ധ്യാനയോ? അതൊക്കെ വേറെ ചുമ്മാ. ഞാനിപ്പൊ ബെസ്റ്റി ആയിട്ടാ. അപ്പൊ യാമിയോ? യാമി കല്യാണം. എനിക്ക് 2 കല്യാണം ഉണ്ടോ? ഭാര്യകളുണ്ട്. ഒരു ഭാര്യ ഞാൻ എന്റെ ഏറ്റവും ഭാര്യ മീനാക്ഷി ചേച്ചി. ഓക്കെ ഓക്കെ. അസിസ്റ്റന്റ് ഭാര്യ യാമി. അല്ല, നിനക്ക് ഏത് ഭാര്യയാണ് ഏറ്റവും ഇഷ്ടം? രണ്ടാമത്തെ ഇഷ്ടം യാമിന്. നീ പുതിയ ആരെങ്കിലും വേണോ? പുതിയ ആരിനും വേണ്ട, ഇവര് രണ്ടും മതി. മതി. ഇനി ഞാൻ കെട്ടാൻ പോണത് ഹരി ചേച്ചിനെ. ഇനി ആര് ചേച്ചി ഞങ്ങളുടെ ടീമിലോട്ട് വാ. അതെ, അപ്പൊ ഇത് രണ്ടാമത്തെ അസിസ്റ്റന്റോ? അല്ല, മൂന്നാമത്തെ sister. മൂന്നാമത്തെ അസിസ്റ്റന്റ്. അപ്പൊ ആര്യ ചേച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്യും? ഹരി ചേച്ചി കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചു. അറിഞ്ഞില്ലായിരുന്നോ? അതറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. സോറി, എന്നാ പറ്റില്ല. എന്റെ ഭർത്താവിന്റെ പേരാണ് അഭിഷേക്. അഭിഷേക് ചേട്ടനാ? ആ, ചോദിക്കേണ്ടി വരും അഭിഷേക് ചേട്ടനോട്. സുന്ദരൻ ചേട്ടനല്ലേ? സുന്ദരൻ. സുന്ദരൻ ചേട്ടനാ, അതെ സുന്ദരൻ അതെ ചേട്ടനാ. അതെ അതെ. അപ്പൊ പിന്നെ ആര്യ ചേച്ചി വിട്ടേക്ക്. പക്ഷെ ഞാൻ ഹരി ചേച്ചിനെ മറക്കൂല. എന്തായാലും മറക്കൂല ചേച്ചി. കല്യാണം കഴിക്കുന്നില്ല. പക്ഷെ അവന് ഭയങ്കര സങ്കടമായി, ബ്രേക്കപ്പ് ആയി. അശ്ശോടാ. ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കുക, അതാണ് പുള്ളിയുടെ അതെ പരിപാടി. അതെ. പിന്നെയില്ലേ, സുശാന്തങ്ങൾ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. ഈ സുശാന്തങ്ങളില്ലേ, ഗുഡ് മോർണിംഗിന് പാടുന്ന പാട്ട് ഗുഡ് നൈറ്റിന് പാടിച്ചു. ആണ് രാത്രി രാത്രി പാടിച്ചു. അത് കാരണം ഇല്ലേ, അത് കാരണം ഞാന് ഈ ക്യാൻറ്റീനില് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഈ അങ്കിള് കൈയില്ലാത്ത ബനിയനും ഇട്ടോണ്ട് വന്നപ്പോ ഞാൻ അങ്കിളുടെ മസില് കണ്ടു. ബസ്സിലുണ്ടോ? എന്നാ നമുക്ക് ആങ്കിളെ കൊണ്ട് നമുക്ക് 20 പുഷപ്പ് എടുപ്പിച്ചാലോ? നമുക്ക് പണിഷ്മെന്റ് ഒരു ഇടി കൊടുത്താലോ? ഇടി വേണ്ട. 1 2 3 ഇനി മേലെ കയ്യില്ലാതെ ബനിയനിടരുത്. പുഷ്പം എടുക്കുന്നോ? വേണം, പറ്റില്ല കേട്ടോ. പണിഷ്മെന്റ് കിട്ടിയാ പിന്നെ ചെയ്യണം. ആ സുശാന്ത് അതെ, റെഡി. കൈയില്ലാത്ത ബനിയൻ ഇട്ടോണ്ട് അത്രയായി. ഇവിടുന്ന് തന്നെ ചെയ്തോണം. Come on, സുശാന്തേട്ടാ. ഓക്കേ. റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. യേ. സുശാന്തേട്ടാ, പക്ഷെ അത് തീരെ പ്രതീക്ഷയില്ല കേട്ടോ. 16 എടുക്കുന്ന ഞാൻ ഓർത്തിട്ടില്ലേ അതെ, അതെ, സുശാന്തേട്ടാ? നമ്മുടെ ഒഫീഷ്യൽ ശക്തിമാൻ തന്നെ ഇത്. ചിന്തിക്കുന്നു. അതെ.
അല്ല ആദ്യമായിട്ടാണ് ഒരു മ്യൂസീഷ്യൻ, ഒരു എക്സ്ട്രോണറി മ്യൂസീഷ്യൻ അതെ സ്വന്തമായിട്ട് Push-up കായിക ബലം തെളിയിക്കുന്നത് ജിമ്മിൽ പോയി പുഷപ്പ് എടുക്കുന്ന ആളാ. ആളാ ഇത്. പക്ഷെ മസിൽ കണ്ടില്ല. അത് കയ്യില്ലാത്ത ബനിയൻ ഇടണം എന്നാലേ കയ്യില്ലാത്ത പറ്റൂ. ബനിയൻ. അടുത്ത ദിവസം കയ്യില്ലാത്ത ബനിയൻ ഇട്ടുകൊണ്ടേ. അങ്ങനെ വായിക്കണം. സുഷേ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ശരിക്കും അടിപൊളി. ഏറ്റെടുത്ത് അതെ ഭയങ്കര അടിപൊളി. Nice, അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പുഷപ്പ്? പൊളിച്ചു. ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓ സുശാന്തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അയ്യോ അപ്പൊ എന്തായാലും നമുക്കിനി പുഷ്പൂന്ന് പേരിടാം അല്ലേ? പുഷ്പൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും നല്ല പേരാണ്. ഡിങ്കൻ അല്ല, അതെന്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ പേരാ. അങ്ങനെയൊക്കെ പേരിട്ടുണ്ടോ? ഞാൻ വിളിക്കുന്ന പേരാ. ആണല്ലേ? ഡിങ്കൻ എന്നാണോ പേര്? എന്നാണോ വിളിക്കണേ? അയ്യോ അപ്പൊ അമ്മൂമ്മ നാഗിനി എന്നാണോ? അങ്ങനെ എല്ലാരും എങ്ങനെ വിളിക്കുക? അച്ഛനെ ഡിങ്കൻ എന്ന് വിളിക്കുന്നേ, അച്ഛമ്മേനെ ആയിരവല്ലി എന്നാ വിളിക്കുന്നേ. ആയിരവല്ലി. ആനന്ദവല്ലി എന്നാ പേര്, അപ്പൊ ശരി. ആയിരവല്ലി എന്നാ വിളിക്കുക. ആഹാ. ഇവിടെ വരുന്ന അമ്മൂമ്മേനെ ലതേന്നാ വിളിക്കുക. അപ്പൂപ്പനെ ബിബി എന്നാ വിളിക്കുക. ബിബി. അത് ബിബിയോ? ബിബി എങ്ങനെയുണ്ട്? ബിബി ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസറാ. കൊറേ പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എവിടെയുള്ള ആളാ? ബിബിയോ? അങ്കമാലിയാണോ? ആമ്പലൂരാ. ആമ്പലൂരാണോ? പിന്നെ ആ അപ്പൂപ്പന്റെ ടീച്ചറുടെ പേരെന്താന്നറിയോ? മൂകാംബിക ദേവി. അപ്പൂപ്പന് ടീച്ചറുണ്ടോ? ആ അപ്പൂപ്പന്റെ ഇതെല്ലാം ശരിക്കും ടീച്ചറുടെ പേരാണ് മൂകാംബിക ദേവി. അപ്പൂപ്പനെ എന്താ പഠിപ്പിക്കുന്നത്? അപ്പൂപ്പനെ മ്യൂസിക്കൽ മ്യൂസിക്കൽ പഠിപ്പിക്കുന്നു. രാഗങ്ങള്. ആഹാ. ഓ എന്തായാലും പിന്നെ ആ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇത്രയും വലിയ പാട്ട് പാടിയത് ഇവിടെ എന്റെ അടുത്ത് ദേവി ഉള്ളത് കാരണമാണ്. ആണോ ദേവിന്റെ അടുത്ത്? ആ ഉണ്ട്, ഇതാണ് എന്റെ ദേവി. അവിടെ ഉണ്ടോ? സംശയമില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുമോ? അല്ലേ ക്യാപ്റ്റൻ? യെസ് മിടുക്കാ മിടുക്കാ സൂപ്പർ മിടുക്കാ. താങ്ക് യു. ഈ വരിയൊക്കെ എങ്ങനെ പഠിച്ചു? അതിന്റെ ഇടയിൽ ഒരു റാപ്പ് പോലത്തെ പാടിയല്ലോ. എന്തായിരുന്നു അത്? 0 ഡിഗ്രിയിൽ 20 കൊല്ലം അങ്ങനെ പാടിയില്ലേ? 0 ഡിഗ്രിയിൽ 20 കൊല്ലം തോക്കും തോട്ടയും മേന്തി എതിർത്തിയിൽ നോക്കിയിരുന്നത് ലാക്കോ പിടിച്ചത് കൊക്കിന് വെടിവെക്കാനല്ല. പല പല വർഷം ദമ്മ് പിടിച്ചത് റമ്മ് കുടിച്ചത് തിന്നു മുടിച്ചത് നാടിന് നന്മയ്ക്ക്. ഈ കാവലിനെ വിടർ നായില്ലേ മീനാക്ഷി. നീ ആ നായി കഴിഞ്ഞിട്ട് ചൂണ്ടാവുള്ളൂ. അല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓ സൂപ്പർ ആയിരുന്നു നവനീത്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് വരും, ഇവിടെ വന്ന് ഇരുന്ന് പാടി, അവിടെ ഇരുന്ന് പാടി, ഇവിടെ അവസാനം MJ സാറിന്റെ കൂടെ ബഹുത്ത് അച്ഛാ എന്ന് പറഞ്ഞിട്ട് പാടി. ഷോമാൻ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അയ്യോ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര അതെ അതെ അതെ. ആ മൂൺ വാക്കൊക്കെ രസമായിരുന്നല്ലേ? മൂൺ വാക്കൊക്കെ കറക്റ്റ് ആയിരുന്നല്ലേ? പെർഫെക്റ്റ്. പിന്നെ നല്ല കോസ്റ്റ്യൂം വെറൈറ്റി അല്ലേ? ആ പാൻസ് ഒക്കെ നോക്ക്. താങ്ക് യു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെയർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂം. യെസ് മിടുക്കൻ കേട്ടോ. സൂപ്പർ അല്ലേ മച്ചേട്ടാ? അതെ കൊള്ളായിരുന്നിട്ട് കലക്കി. എന്തായിരുന്നു പെർഫോമൻസ്? ആ പാന്റ് എനിക്ക് തരുവോ? ഫാൻസും അതുകൊണ്ട് കേറില്ല. അല്ല എനിക്ക് ചെസ് കളിക്കാനാ. ചെസ്സാ? എന്റെ വീട്ടില് 2 ചെസ് ബോർഡ് ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം തരാം. ആണോ? എനിക്ക് ഇത് തന്നെ മതി. ഈ പാന്റിൽ മതി. ഈ പാൻസ് മതി. ഈ പാന്റില് ഇടാനുള്ളതാണ്, അല്ലാതെ ചെസ് കളിക്കാനുള്ളതല്ല. അല്ലേ? പക്ഷെ ഇത് കണ്ടില്ലേ? ആ ചെസ് കളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇന്നാ ഞാൻ ഈ മധുവങ്കിള് വീട്ടിൽ വരുമ്പോ ഞാൻ എന്റെ ചെസ് ബോർഡ് സ്വന്തമായിട്ട് തരാം. ആണോ? ചെസ് ബോർഡ് കേട്ടോ, ശരി. പാന്റ് ഒന്നും വേണ്ട. എന്നാ ശരി, ഓക്കെ, സമ്മതിച്ചു. പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡാൻസ് ഒക്കെ കലക്കി. ആ മൂൺ വാക്ക് എങ്ങനെയൊക്കെ മൂൺ വാക്കൊക്കെ പഠിച്ചത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അറിയില്ല. ആണല്ലേ? പിന്നെ എന്തോ ഗ്ലാസ് നീക്കണ പോലെ കയറ് വലിക്കണ പോലെ എന്തോ കാണിച്ചല്ലോ. അത് ഞാൻ കാണിച്ചുതരാം. അവിടെ തള്ളി ഇങ്ങോട്ട് മാറി. ഓ കൊള്ളാലോ. സീൻ തന്നെ ഇത്. അടിപൊളി. ഇപ്പൊ കാണിച്ചപ്പോ ദേവിയുടെ മേത്ത് കൊണ്ടു. ദേവി കാണാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ടു ദേവിയുടെ മേത്ത് കൊണ്ടു. ദേവിനെ തള്ളിയിടരുത്. ദേവി ഇങ്ങനെ കാണിച്ചു. ദേവിയുടെ മേത്തോട്ട് വീഴാൻ പറ്റില്ല. കാരണം ദേവി ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ദേവിയുടെ ആത്മാവ്. തൊട്ടാലില്ലേ? ഓക്കെ. ദേവിയൊക്കെ
ഡൈനാസോറൊക്കെ വരുന്നതിന് മുന്നത്തെ കാലത്ത് ആളാണ് ദേവി. ആണോ? മതങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നിട്ട് ഇത്രയും പ്രായമുള്ള ആളെ വെറും ദേവി എന്ന് വിളിക്കണേ? അതിനുശേഷം ചെറുപ്പത്തിലുള്ള ദേവിയായിട്ട് ഇവിടെ വന്നിരിക്കുക. അതാണ് ദേവി എന്ന് വിളിക്കണേ. പുനർജന്മം. ഇനി ദേവി എങ്ങനെയും കല്യാണം കഴിക്കുവോ? ദേവീനെ എനിക്ക് ഒരു റിയൽ രൂപത്തിൽ കാണണമെന്നുണ്ട്. എന്നാലേ പറ്റൂ. എന്നാലേ തീരുമാനിക്കൂ. ഇഷ്ടപ്പെട്ട അങ്ങനെ ആൾക്കാരൊക്കെ എല്ലാരും കല്യാണം കാണുക. കഴിക്കുകയാണല്ലോ, അതാണ് ചോദിച്ചത്. കാണണം മതങ്ങൾ നേരിൽ കാണണം. നേരിട്ട് എന്നാലേ കാണണം. പറ്റൂ. ആ കാണാൻ ഇടവരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദേവി അനുഗ്രഹിക്കട്ടെ. Thank you. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിരുന്നു കേട്ടോ. നല്ല Thank you. സ്മാർട്ടായിട്ട് ചെയ്തു എല്ലാം. Thank you. ആ നല്ലൊരു പെർഫോമർ ആവും, സംശയമില്ല. നേരത്തെ പറഞ്ഞില്ലേ, എം ജി ഞങ്ങൾ പറഞ്ഞില്ലേ, എവിടെയെങ്കിലേക്ക് എത്തുന്നു, യെസ്. നല്ല ടോപ്പിലെത്തും. സന്തോഷം. മലയുടെ മുകളിലല്ലാട്ടാ. മലയുടെ മുകളിൽ ഞാൻ കേറൂല. എവറസ്റ്റിന്റെ മുകളിൽ കയറിയ തല ഇറങ്ങുന്ന ആളാണ്. ഓ കേറിയിട്ടുണ്ടല്ലേ ഇപ്പോ? പലവട്ടം കേറിയിട്ടില്ല, ഞാൻ കേറാൻ പോണുമില്ല. പോകുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം. അതെ, ഇപ്പൊ ഒരു മഴ പെയ്പ്പിക്കാൻ പറ്റോ? കലക്കി കലക്കി. മഴ പെയ്പ്പിക്കാം. പറ്റോ? അപ്പൊ പോരട്ടെ നവനീതുട്ടിന് ഒരു മധുര മഴ. ഞാനാണ് ഇവിടുത്തെ അധികാരി, എല്ലാവർക്കും എല്ലാവരും. ഞാനാണ് ഇവിടുത്തെ അധികാരി. എടുത്തോ. 10 1 2 3 4 5 6 7 8 9 10.